എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ വീട്ടിലുള്ള അലമാരികൾ, അതായത് നമ്മൾ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കുന്ന അലമാരികളാണ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് വീട്ടിലത്തെ ഒരു അലമാരിയാണ്. സ്റ്റീലിൻ്റെ അലമാരികളാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഈ അലമാരിയിൽ അതിന് ഗ്ലാസ്സിൽ മോള് കുറച്ച് ക്രയോണൊക്കെ വെച്ച് വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ പെയിൻ്റ് അടിച്ചപ്പോൾ കുറച്ച് പെയിൻറ്റൊക്കെ അവൾ വാരത്തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു അലമാരി ഈ കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു അലമാരിയും ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് 2 അലമാരികളാണ് ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര അലമാരി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ഇന്നത്തെ ദിവസം ക്ലീനിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ക്രയോൺ വെച്ച് വരച്ചതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റുകയാണ് ആദ്യം തന്നെ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യത്തെ ദിവസത്തിൽ നമ്മളൊരു സ്പ്രേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ക്ലീനിങ് സ്പ്രേ, ജനലുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ആ സ്പ്രേ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് വേറെ ഒന്നുമല്ല, വെള്ളവും വിനാഗിരിയും കുറച്ച് ഡിഷ് വാഷ്, അതായത് 2-3 ഡ്രോപ്പ് ഡിഷ് വാഷും കൂടിയുള്ളൊരു മിക്സാണ്. അപ്പോൾ ആ സ്പ്രേ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഗ്ലാസ്സുകൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇതിൽ കുറച്ച് ക്രയോണിൻ്റെ മാർക്കൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ മിക്സ് ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഏതെങ്കിലും ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതാ നമ്മുടെ അലമാരിയുടെ ഗ്ലാസ്സൊക്കെ നന്നായി ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അലമാരിയുടെ മുകളിൽ കുറച്ച് ആൽബംസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയ ബുക്ക് ഷെൽഫാണ്, അതിലാണ് ആൽബംസൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഞാൻ ഷെൽഫുകൾ ക്ലീൻ ചെയ്തപ്പോൾ ആ ഷെൽഫും ഞാൻ ക്ലീൻ ചെയ്തിരുന്നു. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് അലമാരിയാണ്. അപ്പോൾ അലമാരിയുടെ പുറം ഞാൻ നമ്മുടെ സെയിം ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. ചെറുതായിട്ട് ഒന്ന് നനച്ച്, അതായത് നമ്മുടെ മൈക്രോ ഫൈബറിൻ്റെ സൊല്യൂഷനിൽ ഒന്ന് നനച്ചു കൊടുക്കുക ആ ക്ലീനിങ് സൊല്യൂഷൻ, എന്നിട്ട് അത് ഉപയോഗിച്ച് തുടയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് അലമാരിയുടെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് ഡീക്ലട്ടറിങ് അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ 2 ഷെൽഫിൽ മാത്രമാണ് കുറച്ച് അലങ്കോലമായിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ വാർഡ്രോബ് ഓർഗനൈസേഷൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് മടക്കി വെക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം ഞാൻ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് മൈക്രോ ഫൈബറിൻ്റെ തുണി കൊണ്ട് ഒന്ന് തുടച്ചു കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം അതിൽ പൊടിയൊക്കെ ഉണ്ടായിരുന്നു, ആ പൊടിയൊക്കെ ഇപ്പോൾ നന്നായി പോയിട്ടുണ്ട്. ഇനി ആ ബാസ്ക്കറ്റുകൾ ഒന്ന് പൊടിയൊക്കെ തുടച്ച് തിരിച്ച് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ഇതിൽ പേപ്പറൊക്കെ ഇട്ട് വെച്ചിരുന്നാണ് തുണികൾ വെച്ചിരുന്നത്. ഇപ്പം ഞാനത് മാറ്റി പേപ്പറുകൾ കംപ്ലീറ്റ് മാറ്റിയിട്ട് ജസ്റ്റ് ബാസ്ക്കറ്റുകളിൽ മാത്രം വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബാസ്ക്കറ്റുകളിൽ വെക്കുന്നതുകൊണ്ട് അടിയിൽ പേപ്പർ ഇട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലുണ്ടായിരുന്ന പേപ്പറുകളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാസ്ക്കറ്റ് വെച്ചിരുന്നിടത്ത പേപ്പറുകളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അല്ലാതെ സ്ഥലത്ത് പേപ്പറുകളുണ്ട്, അത് ഞാൻ പഴയ പേപ്പർ മാറ്റിയിട്ട് പുതിയ പേപ്പർ വിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 2 ചേഞ്ചസാണ് മെയിനായിട്ട് വരുത്തിയത്. പിന്നെ ഇതിലെ കംപ്ലീറ്റ് പൊടിയെല്ലാം തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലെ അലമാരികൾ ഇതുപോലെ പൊടിയൊക്കെ തട്ടി ക്ലീൻ ചെയ്തെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.